വേറൊരു കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല, ഈ ഞെക്കിപ്പിടുത്തവും ക്യൂട്ട്നെസ്സും അവസാനിപ്പിക്കൂ. അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയ സ്റ്റാറാണ്. സുധി മരണപ്പെട്ടതിന് ശേഷമാണ് രേണുവിനെ കുറിച്ചുള്ള കൂടുതൽ കഥ പുറത്തുവരുന്നത്. ശേഷം അഭിനയത്തിൽ ചുവടുറപ്പിച്ച രേണു തനിക്ക് കിട്ടുന്നതൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇതെല്ലാം വിമർശനങ്ങൾ വരുത്തിവെച്ചു. കുപ്രസിദ്ധി ലക്ഷ്യം വെച്ചെത്തിയ ആളുകൾക്കൊപ്പം രേണുവിന്റെ അഭിനയം കൂടി വന്നതോടെ വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും കാരണമായി. ഇതോടെ കഴിഞ്ഞ കുറെ കാലമായി സൈബർ ബുള്ളിയിങ് നേരിടുകയാണ് രേണു. ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്ന നിലപാടിൽ മുന്നോട്ടു പോവുകയാണ് രേണു. എന്നിരുന്നാലും വീണ്ടും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. ഏറ്റവും പുതിയതായി ഉരുകുതേ എന്ന തമിഴിലെ ഹിറ്റ് പാട്ടിനൊപ്പം അഭിനയിച്ച വീഡിയോ ആണ് രേണു പുറത്തുവിട്ടിരിക്കുന്നത്. ഇത്തവണ കലാഭവൻ ഷംനാഥ് എന്ന വ്യക്തിയാണ് രേണുവിനൊപ്പം അഭിനയിച്ചിരിക്കുന്നത്. ഒരു പുഴക്കരയിൽ നിന്നുള്ള ഇരുവരുടെയും അഭിനയം വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു. പാവാടയും ബ്ലൗസുമൊക്കെ ധരിച്ച് ചെറിയ പെൺകുട്ടിയെ പോലെ ഓടി നടന്നും മറ്റുമൊക്കെയാണ് രേണു തന്റെ പ്രണയം അഭിനയിച്ചത്. മുമ്പ് ചെയ്ത ആൽബങ്ങളിലേതുപോലെ സമാനമായ എക്സ്പ്രഷനായിരുന്നു ഇത്തവണയും. ഇതോടെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിന്നും വ്യാപക ആക്രമണങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വന്നു. വീഡിയോ പിന്നെ കാണാം, അതിനു മുമ്പ് ഇതിന് വന്ന കമന്റുകൾ നോക്കട്ടെ എന്നായിരുന്നു ആളുകൾ പറയുന്നത്. ഇതൊക്കെ കണ്ട് സുധിച്ചേട്ടന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവാം. എല്ലാ വീഡിയോയിലും ഞെക്കിപ്പിടുത്തവും മസ്റ്റാണ് ചേച്ചിക്കല്ലേ, എന്നാലേ അഭിനയം വരികയുള്ളൂ. നല്ല അവസരങ്ങൾ വന്നാൽ ചെയ്യാമായിരുന്നു. ഇപ്പോൾ ചെയ്യുന്നതെല്ലാം റീച്ച് കൂട്ടാൻ വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കാൻ നിങ്ങളെ കരുവാക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അത് മനസ്സിലാക്കാതെ കിട്ടുന്നതിലെല്ലാം ചാടിപ്പുറപ്പെട്ട് അഭിനയിച്ചാൽ നാളെ ഈ മാർക്കറ്റ് പോയ ശേഷം ആരും തിരിഞ്ഞു നോക്കില്ല എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. ഇത് മാത്രമല്ല, രേണുവിന്റെ പ്രവൃത്തി മരിച്ചുപോയ സുധിയുടെ ആത്മാവിന് പോലും സഹിക്കില്ലെന്നും ചിലർ പറയുന്നു. ഇത്രയും വൃത്തികെട്ട ഒരുത്തിയായിരുന്നു താൻ വിവാഹം കഴിച്ചതെന്ന് പാവം സുധിയുടെ ആത്മാവെങ്കിലും അറിയുന്നുണ്ടാകുമോ എന്ന് പറയുന്നവരും ചുരുക്കമല്ല.